ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ലെമൺ ബാം എന്ന സസ്യത്തെ പറ്റിയാണ്. ഇവയുടെ ശാസ്ത്രീയ നാമം മെലീസ ഒഫ്സിനാലിസ് എന്നാണ്. ഇവയുടെ കുടുംബം ലാമേസി കുടുംബത്തിലാണ്. ലെമൺ മണമുള്ള ഒരു ഔഷധ സസ്യമാണ് ലെമൺ ബാം. ഇലകൾ ചതുരാകൃതിയിലുള്ള തണ്ടുകളിൽ വളരുന്നു. പുതിനയെപ്പോലെ കാണപ്പെടുന്ന ഈ ചെടിക്ക് നാരങ്ങയുടെ സുഗന്ധം ഉണ്ടാകും. യൂറോപ്പ്, ഏഷ്യ, മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ ഇവ കാണപ്പെടുന്നു. ഇന്ത്യയിൽ വീട്ടുവളപ്പിലും ചട്ടിയിലും വളർത്താം. മിതമായ സൂര്യപ്രകാശം, നല്ല വെള്ളച്ചുരുക്ക് ഉള്ള മണ്ണ് ഇവർക്ക് ആവശ്യമാണ്. ഇവയുടെ ഉപയോഗം സമ്മർദ്ദം കുറയ്ക്കുന്നു, മനസ്സിന് ശാന്തി നൽകുന്നു, നിദ്രക്കുറവിന് സഹായകമാകുന്നു, തലവേദന, വയറുവേദന കുറയ്ക്കാൻ ഇവ സഹായകമാകുന്നു. ഹെർബറി ആയി ഇവ ഉപയോഗിക്കാറുണ്ട്. ആൻറ്റിവൈറൽ, ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഇവയ്ക്കുണ്ട്. ചെറുതും വെളുത്തതോ മഞ്ഞ നിറത്തിൽ ഉള്ളതോ ആയ പൂക്കൾ ഇവയ്ക്ക് കാണാം. ഇവ തേനീച്ചകളെ ആകർഷിക്കാറുണ്ട്. ലെമൺ ബാം വിത്തിലൂടെയോ തണ്ട് കട്ട് ചെയ്ത് വളർത്താം. നനഞ്ഞതും നല്ല വെള്ളച്ചുരുക്കുള്ള മണ്ണ് ആവശ്യമാണ്. വിത്ത് നട്ടതിന് ശേഷം 7-14 ദിവസത്തിനുള്ളിൽ മുളയ്ക്കും. ഈ ഘട്ടത്തിൽ ചെറു ഇലകൾ രൂപപ്പെടും. ചെടി വേഗത്തിൽ വളരും. ധാരാളം ഇലകൾ ഉണ്ടാകാറുണ്ട്. ഇലകളിലാണ് ഔഷധ ഗുണങ്ങൾ കൂടുതലുള്ളത്. സാധാരണയായി വേനൽക്കാലത്ത് പൂക്കൾ വിരിയും. ചെറുതും വെളുത്തതോ മഞ്ഞ നിറത്തിലുള്ളതോ ആയ പൂക്കൾ ഉണ്ടാവും. പൂക്കൾക്ക് ശേഷം വിത്തുകൾ രൂപപ്പെടും. ഇവ വഴി പുതിയ ചെടികൾ വളരും. തണുപ്പ് കാലത്ത് ചെടി വളർച്ച കുറയും. വീണ്ടും അടുത്ത സീസണിൽ പുതുതായി വളരും. പൂക്കൾ ചെറുതും സുന്ദരവുമാണ്. വെളുപ്പ് അല്ലെങ്കിൽ ഇളമഞ്ഞ കാണാറുണ്ട്. ഇലകളുടെ കോണുകളിൽ കൂട്ടമായി വിരിയുന്നു. സാധാരണയായി വേനൽക്കാലത്ത് പൂക്കൾ ഉണ്ടാകും. പൂക്കൾക്ക് മൃദുവായ സുഗന്ധം ഉണ്ടാകും. തേനീച്ചകളെ ആകർഷിക്കുന്ന സസ്യമാണ് ഇത്. പൂക്കൾക്ക് ശേഷം വിത്തുകൾ രൂപപ്പെടും. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.